വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ കൊല്ലങ്കോട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ആതിര കൃഷ്ണ. ഞാൻ കൃഷ്ണേന്ദു. ഇനി സ്കൂൾ വാർത്തകൾ. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. കുട്ടികളുടെ പാട്ട്, പ്രസംഗങ്ങൾ എന്നിവ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ സന്ദേശ കാർഡുകൾ നിർമ്മിച്ച് വീടുകളിലും കടകളിലും വിതരണം ചെയ്തു. ജൂൺ 23 സംഗീത ദിനവും യോഗാ ദിനവും ആചരിച്ചു. സംഗീത ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ നിരവധി ഗാനങ്ങൾ അസംബ്ലിയിൽ ആലപിച്ചു. വായനാവാരത്തിന്റെ ഭാഗമായി പോസ്റ്റർ രചനാ മത്സരം, ഉപന്യാസ രചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. കുട്ടികൾ വായനയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് കാർഡുകൾ നിർമ്മിച്ചു. യോഗിനിമാത ഗേൾസ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനാമിക KS, നസ്രീൻ, ഫാത്തിമ S, N അനുഗ്രഹ എന്നിവർ USS ഗിഫ്റ്റഡ് സ്റ്റുഡൻസായി തിരഞ്ഞെടുക്കപ്പെട്ടു. സംഗീതം മനുഷ്യഹൃദയത്തിൻ്റെ ഭാഷയാണ്. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് സംഗീതം സംസാരിക്കുന്നു. ലോകമെമ്പാടും ജൂൺ 21 ലോക സംഗീത ദിനം ആചരിക്കുന്നു. ലോക സംഗീത ദിനം ആദ്യമായി 1982 ഫ്രാൻസിലായിരുന്നു ആരംഭിച്ചത്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി ജാക്ക് ലാങ്, മ്യൂസിക് കമ്പോസർ മോറൻസ് ഫ്ലൂറൻഡ് എന്നിവരുടേതായിരുന്നു ഈ ആശയം. അടുത്തതായി യോഗിനിമാത ഗേൾസ് ഹൈസ്കൂളിലെ സംഗീത അധ്യാപികയായ ഗ്രീഷ്മ ടീച്ചർ ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നു. ശരവണ ഭവ ഗുഹനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ചരണമരുൾ വിശാഖനേ, സുമുഖനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ചരണമരുൾ വിശാഖനേ, സുമുഖനേ, ശരവണ ഭവ ഗുഹനേ, ഷൺമുഖനേ, ചരണമരുൾ വിശാഖനേ, സുമുഖനേ, ശരവണ ഭവ ഗുഹനേ. எனக்குன்னையல்லதோரு துணையில்லை துய்யா, எனக்குன்னையல்லதோரு துணையில்லை துய்யா, எனக்குன்னையல்லதோரு துணையில்லை துய்யா, எனக்குன்னை அல்லதோரு துணையில்லை துய்யா, இரக்கமில்லையோ வடிவேல் முருகையா, இரக்கமில்லையோ வடிவேல் முருகையா, வணக்குறமகள் புனர் பன்னிருகையா, வணக்குறமகள் புனர் பன்னிருகையா, வணக்குறமகள் புனர் பன்னிருகையா, வணங்கும் ராமதாசரும் அடைக்கலமையா, வணங்கும் ராமதாசரும் அடைக்கலமையா, வணங்கும் ராமதாசரும் அடைக்கலமையா, ధని సని సద పగమ పగమరి సమగమద పగమదని రిస, ధని సని సద పగమ పగమరి సమగమద పగమదని రిస,
സഗമരി സരി സുദപമ സരി സദപമദപ ഗമരി സ ഗമദനി ശരവണ ഭവ ഗുഹ ഷൺമുഖനേ ചരണമരുൾ വിശാഖനേ സുമുഖനേ ശരവണ ഭവ ഗുഹ നേ സംഗീതത്തിന് അതിരുകളില്ല. സംഗീതം കേൾക്കാൻ അതിൻ്റെ ഭാഷ മനസ്സിലാക്കേണ്ടതില്ല. അതിൻ്റെ വികാരം തന്നെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു. ഇതാണ് സംഗീതത്തെ വിശ്വഭാഷയാക്കുന്നത്. ഇന്ന് ലോകത്തെ 120-ലധികം രാജ്യങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നു. ഫ്രാൻസിലെ തെരുവുകൾ സംഗീതവേദികളായി മാറുന്നു. ഇന്ത്യയിൽ സ്കൂളുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും പരിപാടികൾ ഒരുക്കുന്നു. അമേരിക്കയിൽ പാർക്കുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സംഗീതവേദികളായി മാറുന്നു. COVID-19 മഹാമാരിയുടെയും ലോക്ക്ഡൗണിൻ്റെയും കാലത്ത് സംഗീതമായിരുന്നു പലർക്കും ആശ്വാസമായി മാറിയത്. ആളുകൾ വീട്ടിൽ നിന്ന് പാടുകയും സമൂഹ മാധ്യമങ്ങളിൽ അത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അടുത്തതായി നമുക്കൊരു പാട്ട് കേട്ടാലോ? വാക്കുകൾ തളർന്നപ്പോൾ സംഗീതം സംസാരിച്ചു എന്ന പ്രശസ്തമായ വാക്കുകൾ പോലെ ഓരോ ഹൃദയത്തിലും സംഗീതം താളമിടട്ടെ. ഓരോ ദിവസവും ഒരു സംഗീത ദിനമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.